ഹായ് ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലാനർ ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പേഴ്സണൽ പ്ലാനർ. സ്പേസ് ആൻഡ് ബ്യൂട്ടിയുടെ മൈ സ്പേസ് എന്ന് പറയുന്ന പ്ലാനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫ്ലിപ്പ് ത്രൂ ഞാൻ തിങ്കളാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ. ഓക്കെ, ഇനി വരുമ്പോൾ നമ്മൾ പുതിയ ഇയറിലായിരിക്കും കാണുന്നുണ്ടാവുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ വർക്ക് പ്ലാനറായിട്ട് ഞാൻ ആക്ച്വലി വീഡിയോയിൽ പറഞ്ഞിരുന്നത് ജൂൺ പ്ലാനർ, ജൂൺ ഷോപ്പിൻ്റെ അൺഡേറ്റഡ് പ്ലാനറായിരുന്നു. ബട്ട് ഐ എം തിങ്കിങ് നൗ ഇത് ഞാൻ ഹരിക്ക് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഹരിക്ക് എന്തായാലും ഒരു പ്ലാനർ വരണം, കാരണം വർക്കൊക്കെ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാനിത് ഹരിക്ക് കൊടുത്തിട്ട്, അപ്പോൾ ഹരിക്ക് ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റും, ബ്ലോഗ്സായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇത് ഞാൻ ഹരിക്ക് കൊടുക്കാം. ഇവിടെ 2-3 പേജസ് ഞാൻ ഫില്ല് ചെയ്തു, ബട്ട് കുഴപ്പമില്ല, ബാക്കി ഹരിക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് വർക്ക് പ്ലാനറായിട്ട് ഞാൻ ഇങ്ക് ബക്കറ്റിൻ്റെ പ്ലാനറാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് ഡെലിവർ ആവുന്നത്. അത് ഓർഡർ ചെയ്യാനുള്ള കാരണം, ഓരോ വീക്കും നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വീക്ക് വൈസ് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു സെക്ഷൻസ് ഞാൻ അതിൽ കണ്ടു, പേജസ് ഉണ്ട്. മന്ത് വൈസ് നമുക്ക് ആദ്യമൊന്നും പ്ലാൻ ചെയ്യാം, അതിനുശേഷം ഇൻഡിവിജ്വലി നമുക്ക് വീക്ക് അഹെഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം പിന്നെ നമുക്ക് ഡെയിലി ആയിട്ടുള്ള വീക്ക്ലി ടു ഡു ലിസ്റ്റ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് എനിക്ക് വർക്കിന് ആപ്റ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ പ്ലാനറായിട്ട് ഇത് വയ്ക്കുകയാണ്. ഇനി ജേർണലിങ്, ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് അലീഷ സൂസയുടെ പ്ലാനറിൽ തന്നെയാണ് ജേർണലിങ് ചെയ്തുകൊണ്ടിരുന്നത്, ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ. സോ ജേർണലിങ്ങിന് ഞാൻ വേറൊരു നോട്ട്ബുക്കിൽ ഞാൻ എൻ്റെ ജേർണൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇതെൻ്റെ പേഴ്സണൽ പ്ലാനറായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുക എന്നാണ് ഇപ്പോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് പ്ലാനർ സെറ്റപ്പ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പേജിൽ എൻ്റെ പേര് എഴുതുക എന്നുള്ളതാണ്. ഇപ്പുറത്തെ പേജിൽ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരില്ല. ഓക്കെ, സോ ഇവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ എന്താ എഴുതിയിട്ടുണ്ട്, കുറേ ഡെക്കറേറ്റ് ചെയ്തു, കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. ഈ സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ ഫേവറേറ്റ് സ്റ്റിക്കേഴ്സാണ്, എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങളാണ്. എനിക്ക് സൺഗ്ലാസ് ഇഷ്ടമാണ്, ക്യാമറ ഇഷ്ടമാണ്, ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്, മേക്കപ്പ് ഇഷ്ടമാണ്, ഐഷാഡോ ഉണ്ട്, ഐഷാഡോ ബ്രഷ് ഉണ്ട്, പൂച്ചക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, ഐസ്ക്രീം ഇഷ്ടമാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ജസ്റ്റ് എന്നെ പറ്റിയിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സെക്കൻഡ് പേജിൽ വരുന്നത് ദ റിയൽ മീ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ്. സോ ഞാൻ ഈ പേജ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഡിഷസ് പാസ്ത, ബേൽപൂരി, ഇഡ്ലി, ദോശ, പിന്നെ തൈര്, ചോറ്, ഉപ്പേരി ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. സെലിബ്സ് ഹൂ ഓ മീ എന്നൊരു ചോദിച്ചിട്ടൊരു സെക്ഷനുണ്ട്. ആക്ച്വലി എനിക്ക് സെലിബ്സ് ആരും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓ മീ എന്നുള്ളൊരു സെക്ഷനില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സെലിബ്രിറ്റി. ഓക്കെ, എനിക്കിഷ്ടമുള്ള പ്ലേസസ് ഹാങ് ഔട്ട് ചെയ്യാൻ, മോൾ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, കോഫി ഷോപ്പിൽ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഔട്ട്ഫിറ്റ്സ് ഐ ലവ്, എനിക്ക് ഫ്രോക്സ്, ലോങ് ഡ്രസ്സസ്, അങ്ങനെയുള്ള ഡ്രസ്സസ്സാണ് എനിക്കിഷ്ടം. ആക്ച്വലി രണ്ടും സെയിം മീനിങ് ആണ്. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതിയതാണ് കേട്ടോ, എഴുതിയിട്ട് കണ്ടില്ല. പിന്നെ ഷോപ്പ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മേക്കപ്പ്, സ്കിൻ കെയർ, ക്ലോത്ത്സ്, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടം. ആൻഡ് സം ഗ്രോസറി ഷോപ്പിംഗ്, ഐ ലവ് ഗ്രോസറി ഷോപ്പിംഗ്. പിന്നെ എൻ്റെ ഹോബീസ് ടി വി കാണുക, കുക്ക് ചെയ്യുക, വായിക്കുക ഒക്കെയാണ് എൻ്റെ കറണ്ട് ഹോബീസ്. ഫേവറേറ്റ് കളർ, ഇങ്ങനെ കളറായിട്ടില്ല, പക്ഷേ എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമുള്ളൊരു കളറുണ്ട്, ഒരു പ്രത്യേക തരം മഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മഞ്ഞകളും എനിക്കിഷ്ടമല്ല, ഞാൻ ഇനി എവിടെയെങ്കിലും കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു സ്പെഷ്യൽ യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സീക്രട്ട് ടാലൻറ്റ്സ് പാട്ട് പാടുന്നതും ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്നതുമാണ് എൻ്റെ സീക്രട്ട് ടാലൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജ് റെസൊല്യൂഷൻസ് ആണ്. സോ റെസൊല്യൂഷൻസ് ഞാൻ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് എൻ്റെ റെസൊല്യൂഷൻസ്
മാക്സിമം ഔട്ട്സൈഡ് ഫുഡ് ഒഴിവാക്കുക. വീഡിയോ ഇടുന്നതിന് ചിലപ്പോൾ ആഴ്ചയിൽ, ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു വീഡിയോ ആണ്. ചിലപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോ ആയിട്ട് ഞാൻ മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിലും വീഡിയോ ഇടുന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൊക്കാസിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് പാടില്ല. വേറെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്കിപ്പോൾ രാത്രി പകലും പകൽ രാത്രിയുമാണ്. സോ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കേണ്ട വഴി കാണണം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പഠിക്കണം, എക്സസൈസ് ചെയ്യണം. അതേമാതിരി തന്നെയാണ് ഈ സംഭവം. ഡെയിലി എനിക്ക് വീടൊന്ന് ക്ലീൻ ചെയ്യണം. അതും കുറച്ച് ഔട്ട് ഓഫ് ടച്ചിലിരിക്കുകയാണ്. അടുത്തത് അഫർമേഷൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അല്ലാത്തയും കോളങ്ങളൊക്കെ ഫിൽ ചെയ്യാം കേട്ടോ. എനിക്ക് ഇത്രയും റെസൊല്യൂഷൻസ് ഉള്ളൂ. ഇനി അടുത്തത് അഫർമേഷൻസ് ആണ്. സോ ഞാൻ അഫർമേഷൻസ് ഫിൽ ചെയ്യട്ടെ. ഫിൽ ചെയ്ത ശേഷം കാണിച്ചു തരാം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, സോ എൻ്റെ അഫർമേഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, ഐ എം ഓൾവേസ് ട്രീറ്റിംഗ് മൈ ഹസ്ബൻഡ് വിത്ത് ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഐ എം കേപ്പബിൾ ആൻഡ് കാം ഇൻ എനി സിറ്റുവേഷൻ. ഐ ലവ് മൈസെൽഫ് ഫോർ ഹൂ ഐ ആം. I choose to live a rich and full life. I'm happy that the work I do benefits me as well as the society I live in. I appreciate all the things my wonderful body allows me to do. It always seems impossible until it's done. I don't have to prove myself to anyone. ഇതാണ് എൻ്റെ ഈ വർഷത്തെ അഫർമേഷൻസ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇത് ബർത്ത്ഡേ ആണ്. സോ ഇനി നമുക്ക് ഓരോ വർഷമുണ്ട്. അടുത്ത ഡിസംബറിലേ നമുക്ക് ഇനി ഈ ഒരു ഷീറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഫിൽ ചെയ്തോളാം. മെമ്മറി ബോർഡ് സമയമുള്ളപ്പോൾ മെമ്മറീസ് വരുന്ന അനുസരിച്ചിട്ട് ഞാൻ ഫിൽ ചെയ്തോളാം. ഡ്രീം ജേർണൽ, ആക്ച്വലി ഡ്രീം ജേർണൽ എന്ന് പറയുന്നത് ഡ്രീം ജേർണലായിട്ട് തന്നെ ഒരു നമ്മളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന ഡ്രീംസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാർ ഡ്രീം ജേർണൽ തന്നെ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ പേജ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. സോ ഇപ്പം ഞാൻ ഈ പേജ് വിടുകയാണ്. ഡീപ്പ് സീക്രട്സ് സീക്രട്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ, അത് ഞാൻ കാണിച്ചു തരില്ല. ഫാൻസി ബോർഡ് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല എന്തായാലും. നെക്സ്റ്റ് വൺ വന്നിട്ട് എൻ്റെ വിഷൻ ബോർഡാണ്. സോ വിഷൻ ബോർഡിന് ഞാൻ അവിടെ കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ പേപ്പേഴ്സ് കട്ട് ചെയ്യാനുണ്ട്. സോ ഞാനിതെല്ലാം പ്രിൻ്റ് എടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് കൊള്ളിക്കാൻ നോക്കണം. ഓക്കെ, കുറേ വിഷൻ ബോർഡ് കുറച്ച് കൂടുതലാണ്. ഐ നീഡ് ടു കുക്ക്, പൈസ സേവ് ചെയ്യണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, വീട് ക്ലീൻ ചെയ്യണം, ജേർണലിങ് ചെയ്യണം, തുണി മടക്കി വയ്ക്കൽ എൻ്റെ ഒരു വിഷൻ ബോർഡാണ്. പിന്നെ നല്ലൊരു നാടൻ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ആദ്യത്തെ പണി, ഇപ്പോൾ നിങ്ങൾക്ക് വിഷൻ ബോർഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ നമുക്ക് പിൻട്രസ്റ്റെന്നോ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പിക്ചേഴ്സ് കിട്ടും. എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്തവരാണെങ്കിൽ, എന്താണ് വിഷൻ ബോർഡെന്നേ അറിയില്ല എന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ, വീഡിയോ ഇടണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ സമയം പോലെ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, ഞാൻ ബുക്കിൽ മാത്രമല്ല ആക്ച്വലി വിഷൻ ബോർഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മെറ്റൽ ഗ്രിഡ് വാങ്ങിയിട്ടുണ്ട്, അതിൽ മുട്ടിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും 2 കോപ്പി എടുത്തിട്ടുണ്ട്, 2-3 കോപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും കൂടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഡെയിലി കാണാമല്ലോ, വർക്ക് ചെയ്യുന്ന ടേബിളിൽ തന്നെ അവിടെ ആ ഗ്രിഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോഴേ നമ്മൾ ആ വിഷൻ ബോർഡ് കണ്ടിട്ടാണ് എണീക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പും ഒക്കെ ഇപ്പോൾ വിഷൻ ബോർഡാണ് കേട്ടോ. ഡെസ്ക്ടോപ്പ് ഫോട്ടോ, മൊബൈലിൽ ഞാൻ മാറ്റിയില്ല. മൊബൈലിൽ എപ്പോഴും എൻ്റെയും ഹരിയുടെയും പിക്ചറാണ്, അത് ഞാൻ മാറ്റാറില്ല. സോ ഇതൊക്കെ കട്ടിയാണ് ഇപ്പോൾ. എന്നിട്ട് നമുക്ക് ഒട്ടിച്ച് തുടങ്ങണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം.
അപ്പോൾ അതാ എൻ്റെ വിഷൻ ബോർഡ് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തത് ഇതാണ് 10 ലെവൽ ഗോൾസ് ആണ്. സോ ഇതിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ പറ്റിയിട്ടുള്ള ഗോൾസ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഗോൾസ്, ഫൺ ക്രിയേഷൻ ഗോൾസ്, ഫിനാൻസ് ഗോൾസ്, സെൽഫ് കൺട്രോൾ ഗോൾസ്. പിന്നെ അതൊക്കെ നമുക്ക് ഇവിടെ റേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഇതാണ് അടുത്തത്. അപ്പോൾ ഞാനിത് ഫിൽ ചെയ്യാൻ തുടങ്ങട്ടെ. അപ്പോൾ ഞാനതാ 10 ഗോൾസ് എഴുതിയിട്ടുണ്ട്. ഇത് പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഞാൻ എഴുതിയിരിക്കുന്നത് റീഡിങ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. കാരണം കുറേ കാലങ്ങളായി ഞാൻ മുമ്പ് ശരിക്കും ഇരുന്നിട്ട് ഒരു ബുക്ക് വായിച്ചിട്ട് എല്ലാം പകുതി വായിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നേരത്തെ എണീക്കണം. പിന്നെ ഷോർട്ട് ടൈം ചെറിയ രീതിയിൽ കുറച്ച് പതുക്കെ ചെറിയ എമൗണ്ടിൽ സേവിങ് പ്ലാൻസ് തുടങ്ങണം. അതേമാതിരി നമ്മൾ ചിലവാക്കുന്നതിന് നമ്മളെന്തെങ്കിലും വാങ്ങുന്നതിനും ഒക്കെ ആയിട്ട് ചെറിയ എന്ത് സാധനങ്ങളായാലും ഒരു സ്പെസിഫിക് ബഡ്ജറ്റ് വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഫൺ ആൻഡ് റിക്രിയേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്നത്. സോ നെറ്റ്ഫ്ലിക്സ്, പ്രൈം, മൂവീസൊക്കെയാണ് എൻ്റെ ഫൺ ആൻഡ് റിക്രിയേഷൻ പോയിൻറ്റ്സ്. ബട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ആകെ 3 മണിക്കൂറാണ് മാക്സിമം ചിലവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനൊരു സീരീസ് കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ അത് കണ്ടുകൊണ്ടിരിക്കും. സോ കഥ അറിയാനുള്ള ഭയങ്കര ആക്രാന്തമാണ്. അപ്പോൾ അത് ആ ഒരു എൻത്യൂസിയാസം കുറയ്ക്കണമെന്നുണ്ട്. എന്നാലേ എനിക്ക് കൂടുതൽ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ, കരിയറിൽ എനിക്ക് മൺഡേ ടു സാറ്റർഡേ വീഡിയോ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സെറ്റപ്പ് ആയാലും ഷൂട്ടിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം മൺഡേ ടു സാറ്റർഡേ വർക്ക് ചെയ്യണം. വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. കാരണം ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് കൺട്രോളിൽ വിൻഡോ TV കാണുന്നത് കുറയ്ക്കണം. ഔട്ട്സൈഡ് ഫുഡ് കുറയ്ക്കണം. എൻവയോൺമെൻറ്റിൽ പ്ലാസ്റ്റിക്സ് മാക്സിമം ഒഴിവാക്കണം, കുറയ്ക്കണം. ആൻഡ് കഴിയുന്നത്ര മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ ഗോൾസ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിൽ വാട്ടർ ഇൻടേക്ക് കൂട്ടണം, എക്സസൈസ് ചെയ്യണം, കൂടുതലും ഹോം കുക്കിംഗ് മീൽസ് ആയിരിക്കണം കഴിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം, ജേർണലിങ് ചെയ്യണം. രണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് വരെയാണ്. അല്ലാതെ എനിക്ക് ഡെയിലി അന്ന് നാളത്തെ എഴുതണം എന്നുള്ളതുണ്ട്. മെഡിറ്റേഷൻ ചെയ്യണം. പിന്നെ വൈകുന്നേരം ഒന്ന് വിളക്കൊളുത്തി പ്രാർത്ഥിക്കണം. അത് കുറച്ചായിട്ട് ഞാനൊന്ന് വിട്ടിരിക്കുകയാണ്. സോ അതൊന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. പിന്നുള്ളത് ഹാപ്പിനെസ്സിൽ ചെറിയ ഷോർട്ട് ട്രിപ്സ് പ്ലാൻ ചെയ്യുക. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഹാപ്പിനെസ്സാണ് യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത്. സോ യൂട്യൂബ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി സർക്കിളിൽ ചെയ്യുന്നത് ഞാൻ പിന്നെ തനിയിരുന്ന് ചെയ്തോളാം. പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇരുന്ന് ചെയ്തോളാം. ഓക്കെ. അപ്പോൾ ഇനി വരുന്നത് ഐഡിയ ബോർഡാണ്. സോ ഐഡിയ ബോർഡ് ഞാനിപ്പോൾ ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അച്ചീവ്മെൻറ്റ്സ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നതനുസരിച്ചിട്ട് ഇത് ഫിൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നിറയ്ക്കാം കേട്ടോ. ഓക്കെ. പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം ഫിൽ ചെയ്യുന്നത്. പിന്നെ മൈ വേൾഡ്, മൈ ലൈഫ് പാർട്ട്ണർ, ഇതൊക്കെ പേഴ്സണൽ സംഭവങ്ങളാണ്. അപ്പോൾ ഇതൊന്നും കാണിച്ചിടാൻ പറ്റില്ല. ഇനിയുള്ളത് മൈ പ്രയോറിറ്റീസ് ആണ്. സോ മൈ പ്രയോറിറ്റീസിൽ ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ മൈ പ്രയോറിറ്റി വർക്ക്. ഓക്കെ. പിന്നെ വരുന്നത് എക്സസൈസ് ആണ്. സോ ഇതാണ് എൻ്റെ പ്രയോറിറ്റീസ്. നടക്കാൻ പോവുക, ജേർണൽ ചെയ്യുക, സ്കിൻ കെയർ, ക്ലീനിങ്, ലോണ്ട്രി, അതെല്ലാം, കുക്ക് ചെയ്യുക, നേരത്തെ എണീക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കുക, വെള്ളം കുടിക്കുക, വർക്ക് ചെയ്യുക. സോ ഇതാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റീസ് വരുന്നത്. പിന്നെ ബുക്സ്റ്റാഗ്രാം നമ്മൾ വായിക്കുന്ന ബുക്ക് അനുസരിച്ചിട്ട് എഴുതിക്കൊള്ളാം. മൂവീസ് കാണണം, മൂവീസ് അനുസരിച്ചിട്ട് നെറ്റ്ഫ്ലിക്സിലെ TV ഷോസ് ആയാലും കോട്ട്സ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ കോട്ട്സ് ഞാനൊന്ന് എഴുതട്ടെ. എഴുതിയ ശേഷം ഞാൻ വായിച്ചു തരാം. ഓക്കെ. അപ്പോൾ കോട്ട്സ് ഇതൊക്കെയാണ്. ഒന്ന്, ലവ് ഈസ് സ്ട്രോങ് ആസ് ഡെത്ത്. ഇതെന്തോ ബൈബിളത്തെ വാചകം തോന്നുന്നു. ഞാൻ സ്കൂളിൽ തൊട്ട് എനിക്ക്
എൻ്റെ മനസ്സിലുള്ള ഒരു വാചകമാണ്. തിങ്ക് ഹാപ്പി ആൻഡ് ബി ഹാപ്പി. പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഇസ് കമ്മിങ് ഫോർ യു എന്ന് പറഞ്ഞൊരു കോട്ട്. ഡോണ്ട് സ്റ്റോപ്പ് അൺടിൽ യു ആർ പ്രൗഡ്. ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഒരു എക്സസൈസിനും ഒക്കെ പറ്റുന്ന ഒരു കോട്ടാണ്. ഓക്കെ. The truth is that you are going to be judged. Don't live your life on others' term. Okay? പിന്നെ വരുന്നത് the physical beauty does nothing but heart mind matters. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എനിക്ക് ഓൾവേസ് ലിസൺ ടു യുവർ ഹാർട്ട് നോട്ട് ടു യുവർ ബ്രെയിൻ. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള സംഭവമാണ് കേട്ടോ. ഓക്കെ. ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. ഇത് തോമസ് എഡിസൻ്റെ വാചകങ്ങളാണ്. ദ ഓൺലി പേഴ്സൺ യു ആർ ഡെസ്റ്റിനേറ്റഡ് ടു ബിക്കം ഈസ് ദ പേഴ്സൺ യു ഡിസൈഡ് ടു ബി. നമ്മൾ വിചാരിക്കുന്ന തീരുമാനം എടുക്കുന്ന ആളായിരിക്കും നമ്മൾ ആവുന്നത് എന്നാണ് മൊത്തം ഈ കോട്ടിൻ്റെ അർത്ഥം. ഓക്കെ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കോട്ടുകൾ ഈ ഒരു വർഷത്തേക്കുള്ളത്. അല്ലെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഇത് എപ്പോഴും എനിക്കിഷ്ടമുള്ള കോട്ടുകളാണ്. എല്ലാ പ്രാവശ്യവും ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മിക്ക കോട്ടുകളും. ഓക്കെ. ഇനി വരുന്നത് മൈ മണി സേവിങ്സ് മൂഡ് ട്രാക്കറൊക്കെ നമ്മൾ പിരി ട്രാക്കർ സിക്നെസ് ട്രാക്കറൊക്കെ അതാത് സമയത്ത് നമുക്ക് ഫിൽ ചെയ്യാം. ആൻഡ് കംസ് മൈ ബോഡി. ഇതും ഞാൻ അതാത് സമയത്ത് ചെയ്യാം. ഇനിയുള്ളത് ഇംപ്രൂവ്മെൻറ്റ് പ്ലാനാണ്. ബോഡി മൈൻഡ് റിലേഷൻഷിപ്പ് വാക്ക് അറൗണ്ട് മീ. ഇത് ഞാൻ പിന്നീട് ഫില്ല് ചെയ്യാം. ഇത് നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻസിൻ്റെ ആണ് രണ്ടും ഉള്ളത്. ഓക്കെ. ഇതൊക്കെ ഞാൻ ഇനി പിന്നീട് ഇത് ചെയ്യുന്നുള്ളൂ. സോ ഇതാണ് ഇത്രയും ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി ഇനി സമയം പോലെ പകുതിക്ക സമയം എടുത്തിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതായിരിക്കും ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ. ഇനി നിങ്ങൾ കാണുന്നത് അടുത്ത വർഷമായിരിക്കും. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ എല്ലാവരും ടേക്ക് കെയർ. ബൈ.